നമസ്കാരം, എല്ലാവർക്കും ക്വിസ് ഗൈഡറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വായന ദിനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണിത്. വരും ദിവസങ്ങളിൽ കൂടുതൽ വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിന് മുന്നോടിയായിട്ട് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനലിന്റെ ആഭിമുഖ്യത്തിൽ ഒരു വായനാ ദിന ക്വിസ് മത്സരം നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ മത്സരത്തിൽ ജയിക്കുന്നവർക്ക് നമ്മൾ ചാനൽ വഴി അനൗൺസ് ചെയ്യുകയും ചെറിയൊരു പ്രൈസും ഉണ്ടായിരിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് മാത്രമേ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കേരള വ്യാസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശസ്ത സാഹിത്യകാരൻ ആരാണ്? ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും. ഉത്തരം നമുക്ക് ചെക്ക് ചെയ്യാം. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം, കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന രാജകുടുംബാംഗമായ കവി ആരാണ്? നേരത്തെ നമ്മൾ കേരള വ്യാസനാണ് പറഞ്ഞത്. ഇപ്പോൾ കേരള കാളിദാസൻ എന്നറിയപ്പെടുന്ന രാജകുടുംബാംഗമായ കവി ആരാണ്? ഉത്തരം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. മൂന്നാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ശാസ്ത്രീയ നിഘണ്ടു തയ്യാറാക്കിയത് ആരാണ്? നിഘണ്ടു എന്ന് വെച്ചാൽ ഡിക്ഷണറിയാണ്. അത് ആദ്യമായിട്ട് സയന്റിഫിക്കലി തയ്യാറാക്കിയത് ആരെന്നാണ് ചോദ്യം. ഉത്തരം ഹെർമൻ ഗുണ്ടർട്ടാണ്. ഹെർമൻ ഗുണ്ടർട്ട് ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു പത്രം, രാജ്യസമാചാരം എന്നുള്ളൊരു പത്രം കേരളത്തിൽ കൊണ്ടുവരികയും അല്ലെങ്കിൽ സ്ഥാപിക്കുകയും ചെയ്തത്. നാലാമത്തെ ചോദ്യം, വയലാർ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി വനിത ആരാണ്? വയലാർ അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? ഉത്തരം ലളിതാംബിക അന്തർജനം. ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന കൃതിയാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്. ആ കൃതിക്കാണ് ഈ വയലാർ അവാർഡ് കിട്ടുന്നത്. കേരളത്തിലെ ഷോലോഗോവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരെയാണ്? കേരളത്തിന്റെ ഷോലോഗോവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരെയാണ്? ഉത്തരം തകഴി ശിവശങ്കരപിള്ള. തകഴി ശിവശങ്കരപിള്ള. സാഗരഗർജനം എന്ന് ബഷീർ വിശേഷിപ്പിച്ചത് ആരുടെ പ്രസംഗത്തെയാണ്? സാഗരഗർജനം എന്ന് ബഷീർ വിശേഷിപ്പിച്ചത് ആരുടെ പ്രസംഗത്തെയാണ്? ഉത്തരം സുകുമാർ അഴീക്കോട്. സുകുമാർ അഴീക്കോട്. നിളയുടെ കഥാകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? നിളയുടെ കഥാകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം MD വാസുദേവൻ നായർ. ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് നിള എന്നുള്ളത്. പത്രപ്രവർത്തനത്തിന്റെ പേരിൽ നാടുകടത്തപ്പെട്ട പ്രമുഖ പത്രാധിപർ ആരാണ്? പത്രപ്രവർത്തനത്തിന്റെ പേരിൽ നാടുകടത്തപ്പെട്ട പ്രമുഖ പത്രാധിപർ ആരാണ്? ഉത്തരം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അദ്ദേഹത്തെ പറ്റി നിങ്ങൾക്ക് അറിയാം. കേരളത്തിന്റെ വാൽമീകി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. വള്ളത്തോൾ നാരായണ മേനോനെയാണ് കേരളത്തിന്റെ വാൽമീകി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛന്റെ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തുഞ്ചൻ പറമ്പ്. മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള തുഞ്ചൻ പറമ്പിലാണ് എഴുത്തച്ഛന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കാൻ സഹായിച്ച മലയാളി വൈദ്യൻ ആരാണ്? ഇതൊരു പക്ഷേ പല ക്വിസിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കാൻ സഹായിച്ച മലയാളി വൈദ്യൻ ആരാണ്? ഉത്തരം ഇട്ടി അച്യുതൻ. ഇട്ടി അച്യുതൻ വൈദ്യരാണ് ഈ ഒരു ഗ്രന്ഥം ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ചത്. ഇത് വാൻഡ്രീഡ് എന്നുള്ള ഒരു ഗവർണറും അതേപോലെ തന്നെ ഇട്ടി അച്യുതൻ വൈദ്യരും കൂടെ ചേർന്നതാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിലെ സസ്യസമ്പത്തിനെ പറ്റിയുള്ള വിവരങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത്. ഇത് കൂടാതെ ഒരു ഡച്ച് ഗ്രന്ഥം കൂടെയാണ്. ഡച്ച് ഗ്രന്ഥം കൂടെയാണ്. മലയാളത്തിലെ ആദ്യത്തെ ദളിത് നോവലായിട്ട് കണക്കാക്കപ്പെടുന്നത് ഏതിനെയാണ്? മലയാളത്തിലെ ആദ്യത്തെ ദളിത് നോവലായിട്ട് കണക്കാക്കപ്പെടുന്നത് ഏതാണ്? സരസ്വതി വിജയം. ഉത്തരം സരസ്വതി വിജയം. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന ബഷീറിന്റെ യഥാർത്ഥ ജന്മസ്ഥലം ഏതാണ്? അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ളൊരു കാര്യം ഇതിനകത്തുണ്ട്. അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം തന്നെയുള്ള ഒരു സ്ഥലമാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. എന്നിരുന്നാലും പല കുട്ടികളും ബേപ്പൂർ സുൽത്താൻ എന്ന് അറിയപ്പെടുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ബേപ്പൂർ എന്ന് വെക്കും. പക്ഷെ അങ്ങനല്ല. ഉത്തരം തലയോലപ്പറമ്പിലാണ്. വൈക്കത്തുള്ള
തലയോലപ്പറമ്പിലാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. അപ്പോൾ വൈക്കം എന്ന് എഴുതിയിട്ടും കാര്യമില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ വൈക്കം എന്ന് എഴുതിയിട്ടും കാര്യമില്ല, തലയോലപ്പറമ്പ് തന്നെ എഴുതണം. മലയാളത്തിൽ ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ച വർഷം ഏതാണ്? മലയാളത്തിൽ ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ച വർഷം 1965. ആദ്യമായിട്ട് മലയാളത്തിൽ നിന്ന് ജ്ഞാനപീഠ പുരസ്കാരം നേടുന്നത് ജി ശങ്കരക്കുറുപ്പാണ്. അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്നുള്ള കൃതിയാണ്, അത് നിങ്ങൾക്ക് അറിയാം. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന പ്രശസ്ത കവിതയുടെ കർത്താവ് ആരാണ്? 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന പ്രശസ്ത കവിതയുടെ കർത്താവ് ആരാണ്? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് ഏകദേശം 15 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ദിനങ്ങളിലായിട്ട് തന്നെ മറ്റുള്ള വീഡിയോസും ലഭിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ്, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബില്ല് എനേബിൾ ചെയ്യുക. വീഡിയോയുടെ മെറ്റീരിയൽസിനായി നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ക്വിസ് ഒരു ക്വിസ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രമേ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവൂ. കാരണം നമ്മൾ ആ സബ്സ്ക്രിപ്ഷൻ ഉറപ്പുവരുത്തിയിട്ടേ നിങ്ങളെ മത്സരത്തിലേക്ക് പങ്കെടുപ്പിക്കുകയുള്ളൂ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക.